ഈ വർഷം +1 +2 കടക്കാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ? എന്നാൽ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ വർഷമല്ലേ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു മാർക്ക് കിട്ടാതെ പോയ ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് സബ്ജക്റ്റാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ ജസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. ഒരു കഥയോ കവിതയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എസ്സേ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട. ആരാണോ നമ്മളെ പഠിപ്പിക്കുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ തന്നെ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പ്രശ്നം വരുന്നത് നമ്മൾ എക്സാം എഴുതുമ്പോഴാണ്. ഇത് ശരിക്കും എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഒരു വർഷം, അതായത് കഴിഞ്ഞ ഒരു അക്കാഡമിക് ഇയർ മൊത്തമായിട്ട് ഇതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുറച്ചധികം കുട്ടികൾ അവർക്ക് അവരെ കൊണ്ട് പറ്റുന്ന പരമാവധി അവർ പുഷ് ചെയ്തിട്ടും എവിടേക്കോ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ എക്സാം ആകുമ്പോഴാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. സാർ ക്ലാസ് എടുക്കുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നതൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്, എല്ലാം കൊണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വർക്കാവാതെ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ എക്സാം ഹോളിൽ എഴുതുമ്പോഴാണ്. ഞാനൊരു സർവേ നടത്തി. എന്തായാലും ഈ വർഷം ഈ ഒരു പ്രശ്നം എനിക്ക് പരിഹരിച്ചേ പറ്റൂ എന്നുള്ളൊരു വാശിയായി ശരിക്കും പറഞ്ഞാൽ. ഞാനത് എല്ലാ അർത്ഥത്തിലും എനിക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കുട്ടികളോടും ചോദിച്ചു. എനിക്ക് നേരിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ മെസ്സേജ് അയക്കാനും അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ ചോദിച്ചു, എവിടെയാണ് ശരിക്കും പ്രശ്നം വന്നു പോകുന്നത്? അത് എൻ്റെ ഭാഗത്തു നിന്നാണോ അതല്ല ഇനി സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നാണോ? ഞാൻ നോക്കുമ്പോൾ കേരളത്തിലുടനീളമായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ എക്സാമിന് അടുക്കുന്ന സമയത്ത് എക്സാം ഹാളിൽ നമ്മൾ ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് ആകെ പതറിപ്പോകുന്നു, സമയം തികയുന്നില്ല, ടൈം മാനേജ്മെൻറ്റിന് ഇഷ്യൂ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ഓരോ ചോദ്യത്തിനും എഴുതി തീർക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ, അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ. ഇനി അവസാനം നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് അതിലില്ല, നമ്മൾ വിചാരിക്കാത്തതിലും കൂടുതൽ മിസ്റ്റേക്കുകൾ നമ്മൾ അതിൽ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എക്സാം എഴുതുമ്പോൾ വരുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ശരിക്കുമില്ലേ, ഞാനൊരു സർവേ നടത്തി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാനൊരു സർവേ നടത്തി. എവിടെയാണ് ശരിക്കും പ്രശ്നം വരുന്നുള്ളത് എനിക്ക് അറിയണമായിരുന്നു. ഈ സർവേയിൽ മെജോറിറ്റി ഓഫ് കുട്ടികളും പറഞ്ഞിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നതല്ലേ, അവർക്ക് ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ അറിയില്ല എന്നുള്ളതാണ്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ എത്രയോ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ലേ ഈ വാസ്, വെയർ, ഹാവ്, ഹാഡ്, ഇതൊക്കെ എവിടെയാണ് എങ്ങനെയൊക്കെയാണ് പ്രോപ്പർലി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്ക് 80 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. 80 മാർക്കിൽ ഏകദേശം ഒരു 50-60 മാർക്കിൻ്റെ അടുത്തെങ്കിലും നമുക്ക് പ്യോർലി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസറുകൾ എഴുതാനായിരിക്കും ഉണ്ടാവുക. അതിപ്പോൾ ലെറ്റർ, ഡയറി, അങ്ങനത്തെ ഓരോ സാധനങ്ങളായിരിക്കും നമുക്ക് മെയിനായിട്ട് എഴുതാനുണ്ടാവും. ഡിസ്കോസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിനായിട്ട് വരിക. അപ്പോൾ അതിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ആൻസർ ഷീറ്റ് വായിച്ച് നോക്കുന്ന ഒരു ടീച്ചർ, ആ ടീച്ചർ ഒരുപാട് വാസും വേറും നിങ്ങൾ തെറ്റിച്ചത് കാണുന്നുണ്ട്. ഇന്നോണ്, പ്രപ്പോസിഷൻസും ആർട്ടിക്കിൾസും സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഗ്രാമർ മിസ്റ്റേക്സും, അങ്ങനെ ഒരുപാടെണ്ണം നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ ഗ്രാമർ ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് ആൻസറുകൾ, നിങ്ങളിപ്പോൾ ഒരു എസ്സേ എഴുതുന്ന സമയത്തോ നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ ഗ്രാമർ മിസ്റ്റേക്സ് അതിലുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടീച്ചർക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആ ക്വസ്റ്റ്യന് തരാൻ പറ്റൂല. അപ്പോൾ എന്തായാലും ഒരു 2-3 മാർക്ക് അവിടെ കുറയ്ക്കും. നമുക്ക് എന്തായാലും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെ ഒരു 20 എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ ഈ 20x3 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു 20x2 വെച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, 40 മാർക്കിലെ നിങ്ങളുടെ ഉത്തരം ശരിയാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഗ്രാമർ തെറ്റിക്കാതെ എഴുതാത്തത് കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ നമുക്ക് തുച്ഛമായ എന്തെങ്കിലും ചില്ലറ കിട്ടിയാലായി. അപ്പോൾ ഒരു 20-30 മാർക്കാണ് നിങ്ങൾക്ക് ഫൈനലി നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ കിട്ടുന്നത് ഉണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതിൻ്റെ ഒരു മേജർ പ്രശ്നം ഇരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഫൗണ്ടേഷൻ മനസ്സിലാക്കാതെ കൊണ്ടാണ്. എവിടെയാണ് ശരിക്കും നമുക്ക് ഫൗണ്ടേഷൻ മിസ്സായത്? ഇതിനും ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും, എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ചെറിയ ഏതെങ്കിലും ക്ലാസ്സിൽ മിസ്സായി പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രാമർ ടോപ്പിക് ഉണ്ടാവും. ചെറിയ ഗ്രാമർ ടോപ്പിക് ആയിരിക്കും, ഇത്രയും തലവേദന കൊടുത്ത് പഠിക്കേണ്ടതൊന്നും ആയിരിക്കില്ല. പക്ഷെ ചെറിയൊരു ഗ്രാമർ ടോപ്പിക് ആയിരിക്കും. അന്ന് വല്ല ചിക്കൻ പോക്സോ അങ്ങനെ അന്ന് വല്ല പനിയോ ഉണ്ടായിട്ട് നമുക്കത് മിസ്സായി പോയിട്ടുണ്ടാവും. അടുത്ത വർഷം ശരിയാക്കാം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നു. അവിടെ മുന്നേ പഠിച്ചിട്ടുള്ള ഗ്രാമർ ടോപ്പിക് അറിയാത്തത് കാരണം പിന്നെ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരുന്നു. ഇതിങ്ങനെ കൂടി ഇപ്രാവശ്യം നിങ്ങൾ +1 +2 എത്തി നിൽക്കുന്ന സമയത്ത് ഇപ്രാവശ്യം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം തന്നെ മര്യാദക്ക് വൃത്തിക്ക് എഴുതാൻ മാത്രമുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. സ്വന്തമായിട്ട് ഉത്തരങ്ങൾ ഫ്രെയിം ചെയ്യാനും സെൻറ്റൻസുകളിലാക്കിയിട്ട് എഴുതാനൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഇതാണ് നേരത്തെ എൻ്റെ സ്റ്റുഡൻസ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. സാർ എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ മനസ്സിലുള്ള ഉത്തരങ്ങൾ അതിന് ഇംഗ്ലീഷിലാക്കി സെൻറ്റൻസുകളാക്കി എഴുതാൻ പറ്റുന്നില്ല, അതിനുള്ള കോൺഫിഡൻസും ഇല്ല. അപ്പം പിന്നെ സമയം നഷ്ടപ്പെടുന്നതും സമയം തികയാതെ പോകുന്നതിലൊന്നും നിങ്ങൾ അത്ഭുതപ്പെടാനില്ല. മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ശരിയല്ല.
ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത് മാത്സിലാണ്. ഇപ്പോൾ മാത്സ് നിങ്ങൾ ഇപ്പോൾ 10ാം ക്ലാസ് വരെ മാത്സ് പഠിച്ച കുട്ടിയാണെന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് മാത്സ് പഠിക്കുന്ന ആരാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആയിക്കോട്ടെ, പക്ഷേ എല്ലാവരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാത്സിലും ഇതേ പ്രശ്നമുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു പേഴ്സണൽ വിക്ടിമാണ്. അതായത് എനിക്കിത് വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ എനിക്ക് കുറേ ഫ്രാക്ഷൻ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനത്തെ കുറേ സാധനങ്ങൾ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബേസ് അറിയാത്തതുകൊണ്ട് ഈ വർഷം പോയി, അടുത്ത വർഷം പോയി, ഇതിങ്ങനെ പോയി നമ്മളൊരു സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന വർഷമായിരിക്കും ഇതെല്ലാം കൂടെ പണി കിട്ടുന്നത്. ഇംഗ്ലീഷാണ് പിന്നെ ഈ ഒരു ലൈനപ്പിൽ വരുന്ന അടുത്ത ആളെന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. സോ ഫൗണ്ടേഷൻ എങ്ങനെയാണ് നമ്മൾ ശരിയാക്കാൻ പോകുന്നത്? ഇത് ഈ വർഷം എൻ്റെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാവരും, കേരളത്തിൽ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, എല്ലാവരെയും കൂടെയാണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ ഒരു പ്ലാൻ ഇത്രയേ ഉള്ളൂ. ഫൗണ്ടേഷൻ നിങ്ങൾ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ റെഡി ആയിരിക്കണം. എൻ്റെ ഒരു വാക്ക്, എൻ്റെ ഒരു പ്രോമിസ് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. അതായത് നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള ഏറ്റവും ചെറിയ ക്ലാസ്സിലുള്ള ഗ്രാമർ തൊട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലൊക്കെ പിക്കപ്പ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള, സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റാത്തത്, സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്യാൻ പറ്റാത്തത്, എഴുതുന്നതിൻ്റെ സ്കിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ വിചാരിക്കും, 1ാം ക്ലാസ് തൊട്ട് പഠിച്ചിട്ടുള്ള ഗ്രാമർ ആണല്ലോ ഇയാൾ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകണമെന്നുള്ളത്, അപ്പോൾ ഒരുപാട് സമയം എടുക്കുമല്ലോ. ഇല്ല, ഇത് വളരെ ഷോർട്ടായിട്ട് എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. ഇതിന് ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ കോഴ്സ് എന്നുമാണ് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നോടിയായിട്ട് എന്താണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ 4 സെഷനുകളായിട്ടാണ് ഞാൻ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഒരുപാട് ലെങ്തി ആയിരിക്കും എന്നല്ല. അല്ല, ഇത് വളരെ ഒരു ഷോർട്ട് കോഴ്സ് ആയിട്ടാണ്. അതായത് നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇംഗ്ലീഷിൽ ഏറ്റവും ഫൗണ്ടേഷണലായിട്ട് സ്വന്തമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും ഈ ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് കോർ ഗ്രാമർ ഫൗണ്ടേഷൻ ആണ്. അതായത് ബേസിക് ആയ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച്, നൗൺ എന്താണ്, വെർബ് എന്താണ്, പ്രോനൗൺ എന്താണ് എന്നുള്ളത്, അതുപോലെ ബേസിക് ആയ സെന്റൻസിന്റെ നമുക്കിതിന്റെ ലെങ്ത് ഇത്തിരി കുറക്കാം. ബേസിക് ആയ സെന്റൻസിന്റെ സ്ട്രക്ചർ, അതുപോലെ നമ്മൾ സിമ്പിളായ ടെൻസസുകൾ, ഇതൊക്കെ ശരിക്കും നമുക്ക് അറിയാം. ഇത് അവിടെ ഇവിടെയായിട്ട് അറിയാം. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും. ഇതാണോ അതാണോ എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റണം. ഹാസ് ആണോ ഹാവ് ആണെന്ന് ഉറപ്പ് പറയാൻ പറ്റണം. വില്ലാണോ വുഡ് ആണെന്ന് ഉറപ്പ് പറയാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കോംപ്രമൈസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു സെക്കൻഡ് സെഷനായിട്ട് ഒന്നും കൂടെ ലെവൽ കൂടിയ ഗ്രാമറുകൾ നോക്കും. അത് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ടെൻസസ് നോക്കുന്നതായിരിക്കും. നമ്മൾ ഏതൊക്കെ ടെൻസുകൾ എവിടേക്കാണ് കൊടുക്കേണ്ടത്, ആർട്ടിക്കിൾസ്, പ്രപ്പോസിഷൻസ്, ഓക്സിലറി വെർബ്, ഇതിലൊക്കെ നമ്മൾ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ്. ഓക്സിലറി വെർബിലൊക്കെയാണ് മെയിനായിട്ട് മിസ്റ്റേക്സ് വരുത്തുക. ഹാസും ഹാവലും അല്ലെങ്കിൽ വില്ലും വുഡിലും അങ്ങനെ ഒരുപാട് എണ്ണത്തിൽ നമ്മൾ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ 2 എണ്ണമാണ് കോർ ഗ്രാമർ എന്ന് വെച്ചാൽ. ഇതൊന്നും അത്ര നമ്മളെ പേടിപ്പിക്കുന്ന ഭയങ്കര കൂടിയ ലെവൽ സാധനങ്ങളൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരിക്കലും ഇല്ലേ, നിങ്ങളുടെ ഒരു ലെവലിന്, നിങ്ങൾ +1ലോ +2ലേക്കോ ഉള്ള ലെവലിന് വേണ്ടിയിട്ട് മാത്രം കസ്റ്റമൈസ് ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് എവിടെ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പിക്കപ്പ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള എന്തോ ആണെന്നുള്ളത് തോന്നിപ്പോകുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലെവല് കൺസിഡർ ചെയ്തുകൊണ്ട് ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാലേ വളരെ പുഷ്പം പോലെ ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഇനി ഈ കോർ ഗ്രാമർ സെറ്റ് ആയി കഴിഞ്ഞാലേ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. നമ്മൾ ഈ കോർ ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാൽ മെല്ലെ എങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യണത്, ഒരു സെൻറ്റൻസ് സ്വന്തമായിട്ട് എഴുതേണ്ടത്, അതിനാവശ്യമായുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കറക്റ്റ് സെൻറ്റൻസ് എന്തായിരിക്കും, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസുകൾ എങ്ങനെയാണ് എഴുതുക, ഇപ്പോൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നത് നമ്മൾ 3ാമത്തെ സെഷനിലായിരിക്കും. ഇനി 4ാമത്തെ സെഷനോട് കൂടെ നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്യും. 4ാമത്തെ സെഷനിലാണ് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. എക്സാം ഹോളിലേക്ക് പോകുന്ന സമയത്തിൽ നിങ്ങൾക്ക് ആ പറഞ്ഞ സമയത്തിന് എഴുതി തീർക്കാനുള്ള കോൺഫിഡൻസ് ആണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. അതായത് ശരിക്കും ഇംഗ്ലീഷ് എക്സാമിന് എത്രയാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത്, അത് ശരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ ആളുടെ മനസ്സിൽ തന്നെ ഉണ്ട്. ഈ ഒരു ചോദ്യം എഴുതാൻ ഒരു പഠിച്ച കുട്ടിക്ക് ഇത്ര സമയം മതി. പക്ഷെ നമുക്ക് പലപ്പോഴും അത്ര സമയം കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം നമുക്ക് ഈ റൈറ്റിംഗ് സ്കിൽസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ റൈറ്റിംഗ് സ്കിൽസ് കൂടെ ആയിക്കഴിഞ്ഞാലേ പിന്നെ സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. ഇനി ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
ഇപ്പോൾ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ഓഫർ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് വെക്കുകയാണ്. കാരണം ഇത് കുറച്ച് നാളത്തേക്ക് മാത്രമേ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് വളരെ ലേറ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. കാരണം ഈ ഒരു വർഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഓണം എക്സാമോ ക്രിസ്മസ് എക്സാമോ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് ശരിയാക്കി കളയാമെന്ന് പറയുമ്പോഴേ, നമ്മൾ ഈ വർഷം ഇനി നിങ്ങൾ കടക്കാൻ പോകുന്ന ക്ലാസ്സിൻ്റെ കൂടെ ഭാരം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഫൗണ്ടേഷൻ ഒന്നും റെഡിയാക്കാൻ സമയം കിട്ടില്ല. ഇതാണ് റൈറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾ നമ്മുടെ സൂപ്പർ ബാച്ചിലേക്ക്, അതായത് +1-ൻ്റെയോ +2-യുടെയോ സൂപ്പർ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ്, ഈ ഒരു ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ വർഷം ഓൾറെഡി നിങ്ങൾക്ക് സൂപ്പർ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എന്നാലും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും നിങ്ങളെ ഈ ഒരു വർഷം, അതായത് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ എടുത്തോട്ടെ, നിങ്ങളുടെ ഓരോ കോർ സബ്ജക്റ്റിലെയും ഏറ്റവും ബെസ്റ്റ്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ഫാക്കൽറ്റി ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ ബോർഡിൽ കാണാൻ പറ്റും. അതിനെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് ഞാൻ കടക്കുന്നില്ല. ജസ്റ്റ് ഈ ഇംഗ്ലീഷിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ചിട്ട് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഏപ്രിൽ 22-നാണ് ഇനി അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് 5499 അല്ലെങ്കിൽ 5499 രൂപ എന്ന് പറഞ്ഞൊരു ഓഫർ പ്രൈസാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് അവൈലബിൾ ആകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു വർഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു എന്താ പറയുക, നമ്മളൊരു ട്യൂഷൻ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ എത്രയാണ് നിങ്ങൾ ഒരു വർഷം സ്പെൻഡ് ചെയ്യേണ്ടത് വരിക എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷനിൽ മാത്രം നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടൊന്ന് ആലോചിക്കുക. എന്തായാലും ഇത് ഇപ്പോൾ ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നത് മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഇപ്പോൾ ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കുട്ടികൾക്ക് മാത്രമേ ഇപ്പോൾ അതെനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം കോഴ്സ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും, പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ഫ്രീ ആയിട്ടായിരിക്കുമല്ലോ എന്തായാലും കിട്ടുക. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ താഴെ കമന്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ലിങ്ക് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പേരും നമ്പറൊക്കെ കൊടുത്തൊന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഇങ്ങനെ സ്ക്രോളിൽ പോകുന്നതോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു നമ്പർ കാണാൻ പറ്റും. ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലെത്താം. തീരുമാനം എടുക്കുന്നതിന് മുന്നേ നല്ല ആലോചിച്ചിട്ട് മതി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി വിശദമായിട്ട് ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ കാണാം. ഐ വിൽ സീ യു ദേർ. ബൈ.